പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം. യാക്കോബിൻ്റെ കിണറ്റിൽ വെള്ളം കോരുവാൻ വന്ന സമറിയക്കാരിയോട് യേശു പറഞ്ഞ വചനമാണിത്. യേശു നൽകുന്ന ജലം നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാണ്. യേശു നൽകുന്ന ജലം എന്താണ്? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. എന്താണ് ഈ ജീവജലം? യേശു ഇത് പറഞ്ഞത് അവനിൽ വിശ്വസിക്കുന്നവൻ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ള മനുഷ്യഹൃദയത്തിൻ്റെ ദാഹത്തെ ശമിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുകയുള്ളൂ. നമുക്ക് സമൃദ്ധമായി നൽകുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ്. യേശു വളരെ വ്യക്തമായി പറഞ്ഞു, ഞാൻ തരുന്ന ജലം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ലോകമോഹങ്ങളും ജഡമോഹങ്ങളുമെല്ലാം നാം അതിൻ്റെ സ്വാധീനത്തിൽ പെട്ടിട്ട് സന്തോഷം അന്വേഷിച്ച് നടക്കുന്നവരാണ്. ഇതെല്ലാം സന്തോഷം നൽകുന്ന കിണറുകളാണ് എന്ന് കരുതി നാം ഓടി നടക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നാം നിറയാത്തത് കൊണ്ടാണ് ലോക സന്തോഷങ്ങളെ തേടി നാം അലഞ്ഞു നടക്കുന്നത്. നമുക്കെങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ സാധിക്കുമെന്നാണ് നാം ചിന്തിക്കേണ്ടത്. വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയും തിരുവചന ധ്യാനത്തിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെയും യേശു നൽകുന്ന ജീവൻ്റെ ജലം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. മാമോദീസായിലൂടെയും മറ്റു കൂദാശകളിലൂടെയും നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ നാം നിർജീവമാക്കാതെ അനുദിനം ഉജ്ജ്വലിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ ശക്തി പ്രാപിക്കും. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നാം കടക്കുകയും ചെയ്യും. എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.